അങ്ങനെ നമ്മുടെ ചന്ദ്രാലയത്തിൽ ഓരോ ദിവസം ഓരോ തരം പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നത്. ദേ 2 ദിവസം മുമ്പുണ്ടായിരുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ അരിക്കലത്തിൻ്റെ അടിയായിരുന്നു. അരിപ്പോണി എടുത്തതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളായിരുന്നു അന്ന് നടന്നത്. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് ശാന്തി മുഹൂർത്തത്തെ ചൊല്ലിയുള്ള അടിയാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ശാന്തി മുഹൂർത്തത്തെ ചൊല്ലിയുള്ള അടിയിലേക്കൊക്കെ പോവാം. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നതുകൊണ്ട് പറയുകയാണ്. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അല്ലെങ്കിൽ പിന്നീടാകുമ്പോൾ ഞാനും മറക്കും, നിങ്ങളും മറക്കും, ഇത് ഞാൻ കൂടെ പറയാനും മറക്കും. അപ്പോൾ എന്താ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ വേഗം ചെയ്തോളൂ. അതിനുശേഷം ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴായിട്ട് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് നേരെ ഈ അടിപ്രശ്നത്തിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ എല്ലാവരും പുറത്തിരിക്കുകയാണ്, സിറ്റൗട്ടിലിരിക്കുകയാണ്. അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് നമ്മുടെ അച്ചമ്മയും, സച്ചിയുണ്ട്, രേവതിയുണ്ട്, രവീന്ദ്രനുണ്ട്. പിന്നീട് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരികയാണ്. സുധിയാണെങ്കിലോ ഇതാണ് സുധിയുടെ പരിപാടി, ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്തിന് നമ്മുടെ ചന്ദ്രമതിക്കാണെങ്കിൽ ഒട്ടും ദഹിക്കുന്നില്ല നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും പുനർവിവാഹത്തെപ്പറ്റി സംസാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അമ്മ? ഇപ്പം തന്നെ ഈ കുടുംബത്തിൽ ഒരു ചടങ്ങ് നടക്കാൻ പോവുമല്ലേ, അതിൻ്റെ ഇടയ്ക്ക് എന്തിനാ ഇങ്ങനെ ഒരു ചടങ്ങ് കൂടി എന്നിങ്ങനെ ചന്ദ്രമതി പറയുകയാണ്. അപ്പോൾ നമ്മുടെ അച്ചമ്മയാണ് പറയുന്നത്. അച്ചമ്മ പറയുകയാണ്, നിനക്ക് എന്തിനാ ചന്ദ്രേ അതിന് ഇത്ര ടെൻഷനും വെപ്രാളവും? അത് ആ ചടങ്ങ് ഇനി വന്നോട്ടെ, ആദ്യം ഈ ചടങ്ങ്. പിന്നെ നിൻ്റെ മോൻ്റെ കല്യാണം എന്തായാലും നീ വിചാരിക്കുന്ന സമയത്ത് നീ അന്ന് കുറിച്ച മുഹൂർത്തമില്ലേ, അതിന് തന്നെ നടക്കും. അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നാളെ എന്തായാലും സച്ചിയുടെയും രേവതിയുടെയും വിവാഹവും അതുപോലെ തന്നെ അവരുടെ ശാന്തി മുഹൂർത്തവും, ഈ 2 കാര്യങ്ങളും നാളെ നടന്നിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. ചന്ദ്രമതി വിടാൻ പാവമൊന്നുമില്ല. ചന്ദ്രമതി പറയുകയാണ്, എന്തിനാണ് ഈ ആവശ്യമില്ലാത്തൊരു ചിലവ് കൂടി ഇതിൻ്റെ ഇടയ്ക്ക് എടുത്തു വെക്കുന്നത്? ഇപ്പം തന്നെ സുധിയുടെ കല്യാണത്തിന് വെച്ചിരുന്ന പൈസയിൽ നിന്നെടുത്താണ് ഇപ്പോൾ വണ്ടി ശരിയാക്കാനും അതിനും ഇതിനൊക്കെ ആയിട്ട് എടുത്തത്. ഇനി വീണ്ടും ഒരു ആവശ്യം വരികയാണെങ്കിൽ എന്താ പറയുന്നത്, ആ പൈസയിൽ നിന്ന് തന്നെ എടുക്കേണ്ടി വരില്ലേ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി. അപ്പോൾ നമ്മുടെ അച്ചമ്മ പറയണേ, എൻ്റെ മരുമോളെ, നീ അതൊന്നും ഓർത്ത് തലമുണ്ടാക്കേണ്ട കാര്യമില്ല. നിൻ്റെ സുധിക്ക് കല്യാണത്തിന് വെച്ചിരിക്കുന്ന 10ൻ്റെ പൈസയും നീ എടുക്കണ്ട. സച്ചിയുടെയും രേവതിയുടെയും ആവശ്യത്തിനുള്ള പൈസ ഞാൻ ചിലവാക്കിക്കോളാം, എത്ര രൂപയായാലും ഞാൻ ചിലവാക്കിക്കോളാം, നിനക്ക് അതിലൊരു വിഷമവും വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ അച്ചമ്മ പറയാണ്, മോനെ സച്ചി, നാളെ നിങ്ങളുടെ 2 പേരുടെയും പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ്. നിങ്ങളുടെ താലി കെട്ടും അതോടൊപ്പം തന്നെ രാത്രിയിൽ തന്നെ 9 മണിക്ക് ശേഷമുള്ള മുഹൂർത്തത്തിൽ നിങ്ങളുടെ ശാന്തി മുഹൂർത്തവും നടന്നിരിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ സച്ചി ചോദിക്കുകയാണ്, അച്ചമ്മ എന്താ അച്ചമ്മ ഈ പറയുന്നത്? ആദ്യം പറഞ്ഞ കാര്യം ഓക്കെ, രണ്ടാമത് പറഞ്ഞ കാര്യം ഇപ്പോൾ വേണോ അച്ചമ്മ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ അച്ചമ്മ പറയാണ്, എടാ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും, മിണ്ടിപ്പോരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഞാൻ പറയും അനുസരിച്ചാൽ മതി എന്നിങ്ങനെ അച്ചമ്മ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ചന്ദ്രമതി എടുത്തു ചാടുകയാണ്. ചന്ദ്രമതി പറയുന്നത്, കണ്ടില്ലേ, അവന് പോലും അതിന് താല്പര്യമില്ല. മോനെ സച്ചി, നീ പറഞ്ഞതാണ് മോനെ ശരി, അമ്മയും നിൻ്റെ ഭാഗത്താണ് എന്നിങ്ങനെ പറയുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ സച്ചി ഇങ്ങനെയൊക്കെ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ്, നീ എന്താണ് സച്ചി അങ്ങനെ കിടന്ന് നോക്കുന്നത്? അല്ലച്ചാ, ഞാൻ ഇങ്ങനെ നോക്കിയത് എന്ന് വെച്ചാലേ വല്ല കാക്കയെ മലർന്ന് പറക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയതാണ്. എന്തായാലും കാക്കയൊന്നും പറക്കുന്നില്ല. അതെന്താണ് സച്ചി നീ അങ്ങനെ പറഞ്ഞത്? അല്ലച്ചാ, ആദ്യമായിട്ടല്ലേ ഇവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത്, അതുകൊണ്ട് പറഞ്ഞു പോയതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയണേ, അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അമ്മേ ഇവളിങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ പറയണം. അപ്പോൾ അത് നമ്മുടെ ചന്ദ്രമതിയോട് നമ്മുടെ അമ്മ പറയുകയാണ്, അവൾ എന്തർത്ഥത്തിലാണ് പറഞ്ഞതെങ്കിലും ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അതേ നടക്കൂ, അതിന് വേറെ അപ്പീലില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചിക്ക് വീണ്ടും സംശയം. സച്ചി പറയാണ്, ശാന്തി മുഹൂർത്തത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അച്ചമ്മേ? അപ്പോൾ ഉടനെ നമ്മുടെ രവീന്ദ്രൻ പറയണം, സച്ചി നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. എടാ സച്ചി, ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊക്കെ കൂടി ചേരുന്നതാണ്. ഇപ്പം തന്നെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എല്ലാത്തിനും ഇപ്പോൾ താമസിച്ചു, ഇനി അതൊന്നും വെച്ച് താമസിപ്പിക്കേണ്ട. അമ്മ എന്താണോ തീരുമാനിച്ചത് അതുപോലെ എല്ലാ കാര്യവും നടക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ചന്ദ്രമതി മറുകണ്ഠം ചാടുകയാണ്. ചന്ദ്രമതി ഉടനെ പറയുകയാണ്, എന്താ നിങ്ങളൊക്കെ ഈ പറയുന്നത്? സുധിയുടെ കല്യാണമാണ് ഇനിയിപ്പോൾ ഉടനെ നടക്കാൻ പോകുന്നത്. അവനല്ലേ മൂത്തത്, അവൻ്റെ വിവാഹം അവൻ്റെ വിവാഹം കഴിഞ്ഞ് അവൻ്റെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞതിന് ശേഷം പോരെ ഇവന് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ഛമ്മ പറയണേ, എടി ചന്ദ്രേ,
ആദ്യമേ അവൻ്റെ വിവാഹമല്ലേ കഴിഞ്ഞത്, അതുകൊണ്ട് അവൻ്റെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞതിന് ശേഷം സുധിയുടേത് നടന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ചന്ദ്രമതിക്ക് മിണ്ടാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ അച്ചമ്മയും അതുപോലെ എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ ചന്ദ്രമതിയെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചന്ദ്രമതിക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്നിട്ട് വയ്യ. അങ്ങനെ ചന്ദ്രമതി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അച്ചമ്മ പറയണേ, മോളെ ചന്ദ്രേ, ഇപ്പം തന്നെ നിനക്ക് എത്ര വയസ്സായെന്ന് വല്ല ബോധമുണ്ടോ? ഇത്രയും പ്രായം ഉണ്ടായിരുന്നല്ലാതെ നിനക്ക് ഒട്ടും പക്വത ഇല്ലല്ലോ ചന്ദ്രേ. 2 മക്കളുണ്ടെങ്കിലേ 2 പേരെയും ഒരേ കണ്ണിൽ കാണണം, അല്ലാതെ വെവ്വേറെ കണ്ണുകളിലല്ല കാണേണ്ടത്. സച്ചിയെയും സുധിയെയും നീ തന്നെയാണല്ലോ പെറ്റത്, എന്നിട്ട് എന്താ നിനക്ക് ഈ വേർതിരിവ് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതിക്ക് ദേഷ്യം വന്നിട്ട് ചന്ദ്രമതി അങ്ങ് കയറി പോവുകയാണ്. അങ്ങനെ അച്ചമ്മ നമ്മുടെ രേവതിയെ അടുത്ത് ചേർത്ത് പിടിച്ച് നിർത്തുകയാണ്. എന്നിട്ട് പറയണം, മോളെ രേവതി, ഇപ്പം മോൾക്ക് സന്തോഷമായില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നാണം കൊണ്ട് ഇങ്ങനെ തലകുനുക്കുകയാണ് നമ്മുടെ രേവതി. അപ്പം നമ്മുടെ അച്ചമ്മ സച്ചിയോട് പറയണം, എടാ സച്ചി, നീ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല. നീ ഇപ്പം എങ്ങും പൊക്കളയല്ലേ, ഇപ്പം തന്നെ മോളെയും കൊണ്ടുപോയി അവൾക്കും നിനക്കും നാളെ ധരിക്കാൻ വേണ്ട പുതിയ വസ്ത്രങ്ങളും അതുപോലെ അത്യാവശ്യം ആഭരണങ്ങളൊക്കെ മേടിച്ചിട്ട് വരാൻ പറയുകയാണ്. അപ്പോൾ സച്ചി പറയണം, അമ്മേ, അത് ഇപ്പം തന്നെ ഞാൻ പോകണോ? വൈകുന്നേരം പോയാൽ പോരെ അച്ചമ്മേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്ചമ്മ പറയുകയാണ്, മതി, അതായാലും മതി എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ രവീന്ദ്രൻ പറയണം, മോളെ രേവതി, ഒരു കാര്യം കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വയ്ക്കാൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി അകത്തേക്ക് കയറി പോവുകയാണ്. അതേസമയം നമ്മുടെ ചന്ദ്രമതിക്കാണെങ്കിൽ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് ദേഷ്യം വന്ന് ഇങ്ങനെ കൂട്ടിലിട്ട വെരുകിനെ പോലെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം നമ്മുടെ രേവതി വിചാരിക്കുകയാണ്, ഇനി എപ്പോഴാണ് ആഹാരമൊക്കെ വെക്കണമല്ലോ. പെട്ടെന്ന് ആഹാരമൊക്കെ വച്ചതിന് ശേഷം ഇനി ഡ്രസ്സ് എടുക്കാൻ പോകണം, എല്ലാത്തിനും പോകണം, ഇനി ആളുകളെ ക്ഷണിക്കാനും പോകണം, വീട്ടിൽ അച്ഛനെ അമ്മയൊക്കെ ക്ഷണിക്കാൻ പോകണം. അപ്പോൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് പോയി ആഹാരം തയ്യാറാക്കാം എന്ന് പറഞ്ഞിട്ട് രേവതി നേരെ അടുക്കളയിലേക്ക് പോവുകയാണ്. അടുക്കളയിലേക്ക് ചെല്ലുന്ന സമയത്തിന് നോക്കുമ്പോഴത്തേക്ക് അരിപ്പോണി അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അരിയൊന്നും അവിടെ എടുത്ത് വച്ചിട്ടുമില്ല. അപ്പോൾ രേവതിക്ക് വിഷമം തോന്നുവാണ്, കാരണം അരിക്കലം തുറക്കുവാണെങ്കിൽ അടിയാവും എന്നുള്ള കാര്യം അറിയാം. അങ്ങനെ രേവതി നേരെ ചെന്നിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് ചെന്നിട്ട് പറയണം, അമ്മേ, ഭക്ഷണം ഉണ്ടാക്കണം. ഉണ്ടാക്കണം. എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ, ഇനി എപ്പോഴും എന്താ നിനക്ക് എഴുതി തരണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. അപ്പം നമ്മുടെ രേവതി പറയണം, അതല്ലമ്മേ, അരി അളന്ന് വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. അത് ശരി, ഞാനും നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാടി അത് ചെയ്തിരുന്നത്. എൻ്റെ വാക്കിനെ ധിക്കരിച്ച് നീ അരിക്കലത്തി തൊടുമെന്ന് എനിക്കൊന്നും അറിയണമായിരുന്നല്ലോ. എന്തായാലും നിനക്ക് എന്നോട് പേടിയുണ്ട്, നല്ലതാ, ഈ പേടി എപ്പോഴും ഉണ്ടാവണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി എഴുന്നേക്കാണ്, നേരെ അടുക്കളയിലേക്ക് പോവുകയാണ്. എന്നിട്ട് അരിയൊക്കെ അളന്ന് വെച്ചിട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രേവതി ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. രേവതി അവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി രേവതിയോട് പറയുകയാണ്, അവിടെ എല്ലാം അളന്ന് വെച്ചിട്ടുണ്ട്, ചെല്ലങ്ങോട്ട് എന്നിങ്ങനെ പറയണം. അങ്ങനെ രേവതി അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അച്ചമ്മയും നമ്മുടെ രവീന്ദ്രനും അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് അച്ചമ്മ പറയുകയാണ്, നമ്മുടെ സുധി കൈയൊക്കെ കഴുകിയിട്ട് വരികയാണ്, ഫുഡൊക്കെ കഴിച്ചിട്ട്. സുധിയോട് പറയാണ്, എടാ, നിൻ്റെ ഭാര്യയാകാൻ പോണ പെൺകുട്ടിയെ എനിക്കൊന്ന് കാണണം എന്ന് പറയുമ്പോൾ സുധി പറയുകയാണ്, അച്ചമ്മ പെട്ടെന്ന് റെഡിയാവുക, അവളുടെ ബ്യൂട്ടി പാർലർ ഇവിടെ അടുത്ത് തന്നെയാണല്ലോ, ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാമെന്ന് പറയുകയാണ്. അപ്പോൾ അച്ചമ്മ പറയുകയാണ്, എനിക്ക് ബ്യൂട്ടി പാർലറിലൊന്നും വരാൻ താല്പര്യമില്ല, നീ ഒരു കാര്യം ചെയ്യ്, നീ നാളെ തന്നെ അവളെയും കൊണ്ട് അവളോട് ഇങ്ങോട്ട് വരാൻ പറ, നാളെ എന്തായാലും ഇവിടെ ഒരു ചടങ്ങ് നടക്കുകയല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതിക്ക് അത് കേട്ടിട്ട് ഒട്ടും ദഹിക്കുന്നില്ല. അപ്പോൾ ചന്ദ്രമതി പറയാണ്, വേണ്ട, ഇവിടെ ഇങ്ങനെ ചടങ്ങിലൊന്നും ഇവിടെ പങ്കെടുക്കാനായിട്ട് വരണ്ട, അവൾ കല്യാണം കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ വലതുകാലി വെച്ച് കയറി വരേണ്ടതല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ വന്ന് കണ്ടാൽ മതി, അതിനു മുമ്പ് ഇവിടെ ആരും കാണണ്ട എന്നിങ്ങനെ പറയുകയാണ് ചന്ദ്രമതി. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയണം, അതെന്താ ചന്ദ്രൻ നീ ഇപ്പം ഇങ്ങനെ പറഞ്ഞത്, എന്താ അമ്മയ്ക്ക് അവളെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ തന്നെ അവൾ ഈ വീട്ടിലേക്ക് ആദ്യമൊന്നും അല്ലല്ലോ വരാൻ പോകുന്നത്, അവൾ ഇതിനു മുമ്പ് എത്രയോ തവണ വന്നിട്ടുണ്ട്, അപ്പോഴൊന്നും നിനക്ക് ഈ വിഷമം തോന്നിയില്ലല്ലോ എന്ന് പറയണം. അതിനുശേഷം നമ്മുടെ രവീന്ദ്രൻ ശ്രുതിയോട് പറയുകയാണ്, ശ്രുതി, അമ്മ ആവശ്യപ്പെട്ടതുപോലെ നീ ശ്രുതിയെ ഇവിടെ നാളെ ചടങ്ങിലേക്ക് ക്ഷണിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി അത് അനുസരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അവർ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ അച്ചമ്മയും അതുപോലെ നമ്മുടെ രവീന്ദ്രനും അകത്തേക്ക് പോവുകയാണ്. ആ സമയത്താണ് നമ്മുടെ രേവതി അടുക്കളയിൽ നിന്നിട്ട് ഇങ്ങനെ അരി നോക്കുമ്പോഴത്തേക്ക് അരി കുറവാണ്. അപ്പോൾ രേവതി പെട്ടെന്ന് വിചാരിക്കുകയാണ്, ഈശ്വര, അരി
കുറവാണല്ലോ. അമ്മ അരി അളന്ന് വെച്ചപ്പോഴത്തേക്ക് കുറച്ചധികം അരി വേണമെന്ന് എനിക്ക് പറയാനും ഒത്തില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവിടെയൊക്കെ പോയി ഡ്രസ്സും എടുത്ത് ഓർണമെൻറ്റ്സും എടുത്ത് ഇനി വീട്ടിൽ പോയി വിശേഷമൊക്കെ പറഞ്ഞിട്ട് വരുന്ന സമയത്തിന്, അവരെയൊക്കെ ക്ഷണിച്ചിട്ട് വരുന്ന സമയത്തിന് ഇവിടെ വരുമ്പോഴത്തേക്ക് അത്താഴം വേവിക്കാനുള്ള സമയം കിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് രേവതി. ഒരു കാര്യം ചെയ്യാം, അമ്മയോട് കുറച്ചുകൂടി അരി അളന്ന് തരാൻ പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ഇരിപ്പുണ്ട് ഒരിടത്ത്. അപ്പോൾ ചെന്നിട്ട് പറയുകയാണ്, അമ്മ വൈകിട്ടത്തേക്ക് കൂടിയുള്ള അരി അളന്ന് തരാൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്, വൈകിട്ടത്തേക്കുള്ള അരിയോ? അതിപ്പോൾ അളക്കുന്നില്ല, അത് വൈകുന്നേരം വെച്ചാൽ മതി, ഇപ്പോൾ അത് വെക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. അത് അമ്മ നാളത്തെ ചടങ്ങ് ക്ഷണിക്കാനായിട്ട് പോകണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണം, ചടങ്ങ് അതിനെക്കുറിച്ചൊന്നും നീ ഒന്നും പറയണ്ട, നീയല്ലേ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എനിക്ക് താല്പര്യം ഇല്ലെന്ന് അറിഞ്ഞിട്ടും നിൻ്റെ നിർബന്ധമല്ലേ ഇതിങ്ങനെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി പറയുകയാണ്, ഇല്ല അമ്മേ, എൻ്റെ നിർബന്ധമല്ലല്ലോ, ഇതെല്ലാം അച്ചമ്മയല്ലായിരുന്നോ തീരുമാനിച്ചത് എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണം, ഇവിടെ എന്തൊക്കെയാണ് ഈ വീട്ടിൽ നടക്കുന്നത്? ഇപ്പോൾ എൻ്റെ വാക്കിന് ഇവിടെ എന്തെങ്കിലും ഒരു വിലയുണ്ടോ? എല്ലാം നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് തീരുമാനിക്കുന്നു, അത് തന്നെ നടക്കുന്നത്. നിൻ്റെ അച്ചമ്മയെന്ന് പറയുന്ന അവർ എത്ര ദിവസമായി ഈ വീട്ടിലേക്ക് വന്നിട്ട്? ഇപ്പോൾ അവർ വന്നതിന് ശേഷം അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലേ ഇവിടെ നടക്കുന്നത്. എൻ്റെ വാക്കിന് ഒരു വിലയില്ല, നീ ഉൾപ്പെടെ അത് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം രേവതി ഇങ്ങനെ നടക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി പറയണം, നിക്കടി എവിടെ എന്നിങ്ങനെ പറയുകയാണ്. ഉടനെ നമ്മുടെ രേവതി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, അതേ, നാളെ നടക്കുന്ന ചടങ്ങിൽ നിൻ്റെ വീട്ടിലുള്ളവരാരും പങ്കെടുക്കരുത് എന്ന് പറയണം. അപ്പോൾ രേവതി പറയാണ്, അമ്മേ, എനിക്ക് തീരെ നേരമില്ല അമ്മയുടെ ഈ വർത്തമാനം കേൾക്കാനായിട്ട്, എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് രേവതി നടക്കാൻ തുടങ്ങുമ്പോൾ ചന്ദ്രമതി പറയണം, നിക്കടി എവിടെ? നീ എൻ്റെ വാക്കിനെ ധിക്കരിക്കാറായോ? ശബ്ദമൊക്കെ ഉയർന്നു വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പിന്നീട് ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ രേവതി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയുകയാണ്, ആഹാ, പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ നിൻ്റെ വീട്ടിൽ നിന്ന് നിൻ്റെ അമ്മയോ അനുജത്തിയോ അനുജനോ ഇനി അവിടെയുള്ള ആടുമാടുകളോ ഒന്നും ഒറ്റൊരെണ്ണോ ഈ വീട്ടിൽ വരാൻ പാടില്ല. ഇത് എൻ്റെ വീടാണ്, ഇവിടെ എന്ത് നടക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാനാണ് തീരുമാനിക്കുന്നത്. കണ്ട പൂക്കച്ചവടക്കാരൊക്കെ കയറി ഇറങ്ങാനുള്ളതല്ല എൻ്റെ വീട് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്, അതുമാത്രമല്ല, നാളെ എൻ്റെ മരുമകൾ ശ്രുതി ഇവിടെ വരുന്ന ദിവസമാണ്. അപ്പോൾ ശ്രുതി വരുമ്പോഴത്തേക്ക് കണ്ട പൂക്കാരികളൊക്കെ ഇവിടെ കിടന്ന് നിരങ്ങുന്നത് ഞങ്ങൾക്ക് കുറച്ചിലാണ് എന്ന് പറയുകയാണ്. രേവതിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യവും സങ്കടവും ഒക്കെ കൂടി വരികയാണ്. ഇത് നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനും കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അവരിങ്ങനെ മാറി നിന്ന് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്, ഈ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ഒരുപാട് അധിക്ഷേപങ്ങൾ പറയുകയാണ് നമ്മുടെ രേവതിയെ. അതിനുശേഷം രേവതി ആണെങ്കിലുണ്ടല്ലോ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എപ്പോഴാടി നിൻ്റെ താലികെട്ട് ചടങ്ങ് എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. അപ്പോൾ പറയണം, അമ്മേ, നാളെ 10:30ക്കും 11നും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണെന്നാണ് അച്ചമ്മ പറഞ്ഞത് എന്ന് പറയുകയാണ്. നിൻ്റെ ഒരു മുഹൂർത്തം! ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതൊക്കെ ആവശ്യമില്ലാത്ത ചടങ്ങുകളാണ്, പിന്നെ ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ദേഷിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രമതി പറയണം, ഒരു കാര്യം ഞാനിപ്പോഴേ പറഞ്ഞേക്കാം, ഇത് വളരെ ലളിതമായ രീതിയിൽ നടത്തിയാൽ മതി ചടങ്ങ്, നിൻ്റെ വീട്ടിൽ നിൻ്റെ അമ്മ പോലും ഇവിടെ കയറാൻ പാടില്ല എന്ന് പറയുമ്പോൾ രേവതി പറയണം, അതെന്ത് ഭർത്താൻ അമ്മ ഈ പറയുന്നത്? എനിക്കൊരു കാര്യം നടക്കുമ്പോൾ അത് കാണണമെന്ന് എൻ്റെ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? എൻ്റെ അമ്മ വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അമ്മ പറയുന്നത് അത് മാത്രം എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും എൻ്റെ സഹോദരങ്ങളും ഇവിടെ ഉണ്ടാവണം എന്ന് രേവതി പറയുകയാണ്. ആഹാ, കൊള്ളാലോടി, നിൻ്റെ ശബ്ദത്തിനൊക്കെ നല്ല കനമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് രേവതിയോട് നന്നായിട്ട് നമ്മുടെ ചന്ദ്രമതി തട്ടിക്കയറുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് കേട്ട് ഇങ്ങനെ നിന്നിട്ട് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. സച്ചി ചെന്നിട്ട് ചോദിക്കുകയാണ്, രേവതിയേ, ഇവിടെ നടക്കുന്നത്? രേവതിയുടെ താലികെട്ട് ചടങ്ങല്ലേ നാളെ നടക്കേണ്ടത്? രേവതി ഒരു കാര്യം ചെയ്യ്, നാളത്തെ ദിവസം നിൻ്റേതാണ് രേവതി, അതുകൊണ്ട് നീ തന്നെ വേണം തീരുമാനിക്കേണ്ടത് ഇവിടെ ആരൊക്കെ നാളെ വരണം എന്നുള്ള കാര്യം. നിനക്ക് വേണമെന്നുള്ള എല്ലാവരെയും നീ വിളിച്ചോ. പിന്നെ ഇന്ന് ഞാനുണ്ടല്ലോ നിൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ നിൻ്റെ വീട്ടിൽ പോയിട്ട് നിൻ്റെ അമ്മയെയും
നിൻ്റെ അനുജത്തെയും നിൻ്റെ അനിയനെയും ഒക്കെ വിളിച്ചു. പിന്നെ നിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പൂക്കാരി ചേച്ചിമാരില്ലേ, അവരെ എല്ലാവരെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നീ പൂവ് സ്ഥിരമായിട്ട് ഓർഡർ കൊടുക്കുന്ന കുറച്ച് വീടുകളുണ്ടല്ലോ, അവിടെയൊക്കെ ഞാൻ പോയി വിളിച്ചിട്ടുണ്ട്. ഇനി ബാക്കി എവിടെയെങ്കിലുമൊക്കെ വിളിക്കണം എന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും നീ തന്നെ വിളിച്ചോളണം കേട്ടോ രേവതി. ഒന്നിനും ഒരു കുറവും വരുത്തണ്ട, നമുക്കിതൊരു ഉത്സവം പോലെ ആഘോഷിക്കാന്നേ എന്നിങ്ങനെ സച്ചി പറയുകയാണ്. നമ്മുടെ ചന്ദ്രമതിയുടെ മോന്ത ഇങ്ങനെ ഉറങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ രേവതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. എന്നിട്ട് രേവതിയോട് ചോദിക്കണം, അല്ല രേവതി, ഇവർ ഈ കിടന്ന് പറയുന്നതൊക്കെ കേട്ടിട്ട് നീ എന്തിനാ ഇങ്ങനെ മിണ്ടാതെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാനൊരു കാര്യം പറയാം, നിൻ്റേതായിട്ടുള്ള നിൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും നടക്കുമ്പോൾ സുധിയുടെ അമ്മയല്ല തീരുമാനിക്കേണ്ടത്. നീ എവിടെ പോകണം, എന്ത് ചെയ്യണം, നീ ആരെയൊക്കെ വിളിക്കണം, എന്തൊക്കെ വേണം, അതൊക്കെ തീരുമാനിക്കാനുള്ള ഇത് നിനക്ക് മാത്രമാണുള്ളത്, അല്ലാതെ ഇവർക്കല്ല എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ദേഷിച്ച് അകത്ത് കയറി പോവുകയാണ്. രേവതി ആണെങ്കിൽ സന്തോഷത്തോടെ പോയി പച്ചക്കറി അരിയാനൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ മുറിയിലിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് രവീന്ദ്രൻ ആ സമയത്ത് ഇത് സംസാരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം രവീന്ദ്രൻ മുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതിയും പിന്നാലെ വച്ചടിക്കുകയാണ്. ചന്ദ്രമതി ചെന്നിട്ട് കുറേയേറെ ഏഷണികളൊക്കെ വെക്കാൻ നോക്കുകയാണ്. രവീന്ദ്രനോട് പറയുകയാണ്, എന്തിനാ ഈ പൂക്കച്ചവടക്കാരികളൊക്കെ ഈ വീട്ടിൽ വിളിച്ചു വരുത്തുന്നത്? ഈ ചടങ്ങ് തന്നെ ഒരു അനാവശ്യ ചടങ്ങാണ്. ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിലും ഇതൊന്നും ഞാനല്ലല്ലോ ഇപ്പം തീരുമാനിക്കുന്നത്, ഈ വീട്ടിലിപ്പോൾ എല്ലാം നിങ്ങളൊക്കെ കൂടി ചേർന്നല്ലേ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി സംസാരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ്, ചന്ദ്രേ, നീ നേരത്തെ സംസാരിച്ചതെല്ലാം ഞാൻ കേട്ട് നിന്നതാണല്ലോ, അത് അമ്മ കേൾക്കാതിരുന്നത് നിൻ്റെ ഭാഗ്യം. അമ്മ കേട്ടിരുന്നെങ്കിലുണ്ടല്ലോ നീ ഇപ്പം ഇങ്ങനെ നേരെ നിവർന്ന് നിൽക്കില്ലായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണം, നിങ്ങളുടെ ഒരു അമ്മയും നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയല്ലേ. എൻ്റെ മരുമകളുടെ മുന്നിൽ ഈ പൂക്കച്ചവടക്കാരികളൊക്കെ വന്നാൽ എനിക്കത് എങ്ങനെ സഹിക്കാൻ പറ്റും? അവൾക്കത് നാണക്കേടാവില്ലേ? അവളാണെങ്കിലേ ഈ പൂക്കച്ചവടക്കാരിയെ കണക്കൊന്നും അല്ല, അവൾ നല്ല കോടീശ്വരൻ്റെ വീട്ടിലുള്ള പെൺകുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ്, ചന്ദ്രേ, ഇമാതിരി വർത്താനം നീ പറയുന്നതുണ്ടല്ലോ, നീ നിർത്തിക്കോ. അമ്മ ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് കേട്ടാലുണ്ടല്ലോ പിന്നെ അത് മതി, പിന്നെ നീ എഴുന്നേറ്റ് നിൽക്കില്ല എന്നിങ്ങനെ രവീന്ദ്രൻ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രേവതി അടുക്കളയിൽ ഇങ്ങനെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. രേവതിയുടെ അടുത്ത് ചെന്നിട്ട് പറയാണ്, രേവതി, ഞാനേ അമ്മ അവിടെ നിന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളില്ലേ, അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്നിങ്ങനെ പറയുമ്പോൾ രേവതിക്ക് വിഷമമാവുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, അതിന് എനിക്ക് എവിടാ രേവതി സമയം? പിന്നെ നിന്നോട് അമ്മ പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടു, അവരങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞത്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അവരെന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, നീ ഇങ്ങനെ മിണ്ടാണ്ട് നിന്ന് കേട്ടോണ്ട് നിന്ന് കഴിഞ്ഞാൽ അവസാനം അതിനേ നേരം ഉണ്ടാവും. പിന്നീട് അവർ പറയുന്നതൊക്കെ അനുസരിക്കാൻ നിന്നാലുണ്ടല്ലോ പിന്നെ നമുക്ക് ഒരു വിലയും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, എവിടെ പോകണം, എങ്ങനെ പോകണം, ആരെ കാണണം, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും നിയന്ത്രിക്കുന്നതും പിന്നീട് അവർ തന്നെ ആയിരിക്കും. അപ്പോൾ അതിനിട കൊടുക്കണ്ട, നിനക്ക് നിൻ്റേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ടാവും, നീ അതനുസരിച്ച് ജീവിച്ചാൽ മതി രേവതി എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം സച്ചി പറയാണ്, ഞാനിവരെ ആരെയും ക്ഷണിച്ചില്ല, എനിക്കതിനൊക്കെ എവിടാ രേവതി നേരം, നീ ഒരു കാര്യം ചെയ്യും, നീ വൈകുന്നേരത്ത് പോയി എല്ലാവരും ക്ഷണിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറയുകയാണ്, ഞാൻ മാത്രം ഒറ്റയ്ക്ക് പോയി ക്ഷണിക്കുന്നത് മോശമല്ലേ, നിങ്ങൾ കൂടി വന്നൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയണേ, എനിക്കെപ്പോഴാണ് നേരം? അപ്പോൾ രേവതി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ സച്ചി പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും വസ്ത്രങ്ങളൊക്കെ എടുക്കാൻ പോകുമല്ലോ, അപ്പോൾ തിരിച്ച് വരുമ്പോൾ അവിടെ കയറി പറയാം എന്നിങ്ങനെ പറയുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവാണ്. അങ്ങനെ രേവതി നമ്മുടെ സച്ചിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് താങ്ക്സ് ഒക്കെ പറയുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, എന്തിനാ താങ്ക്സ് പറഞ്ഞത്? അത് അമ്മ എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതിലിടപെട്ടില്ലേ, അതിന് വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷം സച്ചി രേവതിയെ സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം നമ്മുടെ സച്ചി പറയുകയാണ്, എനിക്കിപ്പോൾ വണ്ടിയും കൊണ്ട് അത്യാവശ്യമായിട്ട് പോവേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് സച്ചി പോവാനായിട്ട് ഇറങ്ങുകയാണ്. കട്ടളവാതിൽക്കൽ ചെന്നിട്ട് നമ്മുടെ സച്ചി രേവതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കണ്ണാലെ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം എപ്പിസോഡ് അവിടെ തീരുകയാണ്. അപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവ് എന്ന പരമ്പരയുടെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് അപ്പോഴായിട്ട് കിട്ടുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടമല്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. അപ്പോൾ ഇനി എന്തായാലും മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായും രാത്രി പ്രൊമോ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും